അത് മമ്മലിക്കാൻ്റെ പൂട്ടിയ തിയേറ്ററാ. ഇപ്പം ഇതാണ് മായൻ്റെ റിസോർട്ട്. എന്തെങ്കിലും നല്ല കാര്യം ചെയ്ത് പോലീസ് അവൻ അന്വേഷിക്കുമ്പോൾ കക്ഷി വന്ന് താമസിക്കുന്നത് ഇവിടെയാ. ഇവിടെ തന്നെ ചുള്ളൻ്റെ തീറ്റയും കൂടിയൊക്കെ. ഇടയ്ക്കൊക്കെ ആണുങ്ങളില്ലാത്ത വീട്ടിൽ അന്തി ഉറങ്ങാൻ പോണ ശീലുണ്ടേ. ഇന്നലെ രാത്രി അങ്ങനെ ഒരു ഉറക്കത്തിന് പോകുമ്പോഴാണ് രാജൻ്റെ ഗടികളിൽ ഒരുത്തം വന്ന് പെട്ടത്. മായ അവനെ പൊക്കിയിട്ടുണ്ട്. നീ മായനെ കണ്ടണ്ടടാ പന്നി. അവിടെ ഞങ്ങളുടെ അടുത്തോട്ടേക്ക മായ ഇന്നലെ ഒരുത്തന്നെ പൊക്കി. കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് മണിയായി പറയിപ്പിച്ചു. വെട്ടുരാജൻ സ്ഥിരമായി വന്ന ചില സ്ഥലങ്ങളെ കുറിച്ച് അറിഞ്ഞോ? ഇത് മായ പറഞ്ഞുതരും. അതനുസരിച്ച് കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കണം. മായ, പറഞ്ഞോട്രാ. വെട്ടിരാജൻ രാവിലെ 7 മണിക്ക് കട ഓർക്കാൻ മാർക്കല്ലോ വരും. രാവിലെ കച്ചവടം കഴിഞ്ഞ് 1:30 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ പോവും ഫുഡ് ഇടാൻ. പിന്നെ വൈകിട്ട് 4 മണിയാകുമ്പോൾ തിരിച്ചു വരവ്. ആ ഇരിപ്പൊരു 10-10:30 വരെ. 10:30 മണിക്ക് കട പൂട്ടുമ്പോൾ അവൻ്റെ കൂടെ ആരുണ്ടാവില്ല. നീ അങ്ങോട്ട് ചെല്ല, പണിയ, ഇങ്ങിട്ട് വരാ. എന്തേ വക്കീലേ, കറക്റ്റ് സ്കെച്ചാ? എന്തേ കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഇത് പറയാൻ എന്നെ വിളിച്ചത്. ഇത് മമ്മാലിക്ക എന്നെ ഏൽപ്പിച്ച പണിയാ. എപ്പോൾ എവിടെ വെച്ച് തീർക്കണമെന്ന് എനിക്കറിയാം. അതിന് ഇവന്റെ ഒന്നും സഹായം എനിക്ക് ആവശ്യമില്ല. നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണത്? മായ ഒപ്പം വർഷങ്ങളായിട്ടുള്ളതാ. ഇവൻ ഈ പറഞ്ഞ സമയത്തൊന്നും രാജനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റ് 10:30 മണിക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസത്തെ കച്ചവടത്തിനുള്ള ലോഡ് വന്നു തുടങ്ങും. പിന്നെ അത് ഇറക്കാനായി രാജനും അവൻ്റെ പിള്ളേരും അവിടെ തന്നെ കാണും. ലോഡും വണ്ടിയും പോയി കഴിഞ്ഞ ശേഷമേ രാജനൊറ്റയ്ക്കാവൂ. അപ്പോഴേ അവനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പണിയെല്ലാം കഴിഞ്ഞ് ചായ കുടിക്കാൻ രാജൻ തട്ടുകടയിൽ വരും. അവിടെ വെച്ച് ഇന്ന് രാത്രി തന്നെ ഞാൻ അവനെ പൂതി. മണി ഒരു ബുൾസ എടുത്തടാ. എന്താടക്കാ അവിടെയാ? ഹലോ, പാണി തുടങ്ങിക്കോ. വീടുകളുടെ